വിയറ്റ്നാമിലെ സെക്കൻഡ് ആണ്. എനിക്കാൻ ലേറ്റ് ആയി. അവന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഉച്ചയായിരിക്കും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് അവിടുത്തെ ഒത്തന്റിക് നൂഡിൽസ് സൂപ്പായിട്ടുള്ള ഫോ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അവരിങ്ങനെ ഫോ അങ്ങനെ ആയിട്ടോ അത് പറയാൻ നല്ല രസം. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ ഫോ കിട്ടുന്ന റെസ്റ്റോറന്റിൽ പോയി. ആദ്യം സാലഡ് കൊണ്ടുവന്നു, പിന്നെ ലൈം കൊണ്ടുവന്നു. ഇത് അതിൽ സ്ക്വീസ് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത്. പക്ഷേ എനിക്കത് അറിയില്ല. സാലഡ് ഒന്നും എനിക്ക് കഴിക്കാനേ പറ്റില്ല. പശുവിന് പുല്ല് കൊടുക്കുന്ന പോലെ കുറേ ഉണ്ട്. പിന്നെ വിയറ്റ്നാമിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അവർ എല്ലാവരും എപ്പോഴും കുടിക്കുന്നതാണ് ലോട്ടസ് ടീ. ഞാൻ വലിയ കാര്യത്തിൽ ഓർഡർ ചെയ്തു. പിന്നെ പഞ്ചസാര ഇല്ലാത്തൊരു പാനീയം എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല. ചെറിയ എന്തൊരു ഫ്ലേവർ എന്നല്ല, വേറെ ഒന്നുമില്ല. എക്സ്പ്രഷൻ കണ്ടില്ലേ? മെനുവിൽ ബോയിൽഡ് എഗ് എന്ന് കണ്ടപ്പോൾ ഓർഡർ ചെയ്തതാണ് എന്റെ ഹസ്ബൻഡ്. മറ്റേ അത് പുഴുങ്ങിയ മുട്ടയായിരുന്നു. പക്ഷെ ആ മുട്ട അങ്ങനെ അതിൽ പൊട്ടിച്ചിട്ടതാണ് ഈ സൂപ്പിൽ. മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഫോ വന്നു. മീറ്റും അതുപോലെ തന്നെ ബീൻസ് സ്പ്രോട്ട്സും കുറെ ഹെർബ്സ് ഒക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു അടിപൊളി സൂപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഏറ്റവും കൂടുതൽ അവിടെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് വിയറ്റ്നാമീസിന്റെ ഹോസ്പിറ്റാലിറ്റി ആണ്. സച്ച് ലവ്ലി പീപ്പിൾ. പുറത്തിറങ്ങി ഒന്ന് രണ്ട് ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ ഈ ക്യൂട്ട് ലിറ്റിൽ ചാമ്പ് നമ്മളെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ കറങ്ങാനായിരുന്നു. പിന്നെ വിയറ്റ്നാമിന്റെ സീറ്റിംഗ് കണ്ടില്ലേ, ഡ്രൈവർ സീറ്റ് ഈ സൈഡിലാണ്. അപ്പം റോഡിൽ ഓടിക്കുന്നത് അതേപോലെ വലതു ഭാഗത്താണ്. പിന്നെ റോഡ് സൈഡിൽ എല്ലാ സ്ഥലത്തും പ്രിട്ടി ഹെൽമെറ്റ്സ് കാണാൻ പറ്റും. ആൻഡ് ഈ പൊമല്ലോ ഏജന്റ് ഓറഞ്ച് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി കഫേ അപ്പാർട്ട്മെന്റിൽ പോകാൻ വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ അവിടെ ഒരു ബിഗ് ഇവന്റ് നടക്കുന്നുണ്ടായിരുന്നു. ഏതോ അവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബാൻഡിന്റെ പെർഫോമൻസ്. ഇതിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി thousands and thousands of people അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ഇതാണ് കഫേ അപ്പാർട്ട്മെന്റ്. ഈ ഒരു അപ്പാർട്ട്മെന്റ് മുഴുവൻ കഫേയാണ്, വേറെ ഒന്നുമില്ല. ഓരോരോ കുട്ടി കുട്ടി കഫേകൾ ഇങ്ങനെ ഉള്ളതാണ് ഈ അപ്പാർട്ട്മെന്റ്. പുറത്തുനിന്ന് കാണുമ്പോൾ അത് വിശാലമാണെങ്കിലും ഒരു പഴയ ബിൽഡിംഗ് ആണ് കേട്ടോ. സ്റ്റെപ്പ് ഒക്കെ ഭയങ്കര പഴയതാ, ഒരുപാട് കാലം മുമ്പുള്ളാന്ന് തോന്നുന്നു. പക്ഷേ നല്ല എസ്തെറ്റിക്കലി ഭയങ്കരമായിട്ട് അറേഞ്ച് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ കഫേക്കും ഓരോ തീം ഒക്കെ കൊടുത്തിട്ട് അമേസിംഗ്. പക്ഷേ സ്റ്റെപ്പ് ഭയങ്കര ചെറുതാട്ടോ. കയറി കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാല് വേനെടുക്കും. ലിഫ്റ്റിൽ പോകാനാണെങ്കിൽ പൈസ കൊടുക്കും. നമ്മൾ അവിടെ ഉള്ള ഒരു കഫേയിൽ കയറി ഞാൻ ഒരു മാംഗോ സ്മൂത്തിയും പിന്നെ എഗ് കോഫിയും ഓർഡർ ചെയ്തു. ഇത് ഭയങ്കര വൈറൽ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആദ്യം എന്റെ ഹസ്ബൻഡ് ട്രൈ ചെയ്തു, നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഒരു കസ്റ്റേർഡിന്റെ ഒക്കെ ഒരു ചോയ ഉണ്ടെന്ന് പറഞ്ഞു. ഒരിക്കൽ നല്ലപോലെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ട്രസ്റ്റ് മീ, ഇറ്റ് വാസ് സോ ഗുഡ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ ഇപ്പോഴും ക്യൂ ആ. ടിക്കറ്റ് കൊടുത്തു തുടങ്ങിയിട്ടേ ഉള്ളൂ. ടിക്കറ്റും പിന്നെ അതിന് കൂടെ റെയിൻ കോട്ടും കൊടുക്കും. ഒരു സമ്മേളനത്തിൽ ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ പിന്നെ അവിടെ തിരഞ്ഞെടുക്കാതെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് പോകുന്ന വഴിക്ക് അവിടുത്തെ സ്ട്രീറ്റ്സ് ഒക്കെ കണ്ടിട്ട് നല്ല രസം തോന്നിയിട്ട് ഭയങ്കര പ്ലസന്റ് ആണ്. എല്ലാവരും അവനാൻ്റെ വർക്കിലും മുഴുകി, പക്ഷേ ഭയങ്കര വൈബ്രൻസി കീപ്പ് ചെയ്തുകൊണ്ട് അതൊരു സോ ഗുഡ്. അത് അവിടുത്തെ കൾച്ചർ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഒരു ജെൻഡർ വ്യത്യാസം ഇല്ലാതെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ സദാചാരം പറയാനേ നേരം ഉണ്ടാവും. പിന്നെ അതൊക്കെ കണ്ട് ആസ്വദിച്ച് 7-Eleven പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങി. ഇത് നമ്മൾ എന്നും രാത്രി ഫ്രൂട്ട്സ് വാങ്ങുന്ന വെല്ലമ്മയാണ്. ഇവിടെ ചോദിച്ചിട്ട് ഞാൻ ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുത്ത് ഐറ്റിനറി എഴുതി വെച്ച സ്ഥലത്തൊക്കെ നാളെ പോകണം ഇൻഷാല്ലാ. റൂമിലെത്തി ഫ്രഷ് ആയി ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ട് കിടന്നു.